ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കമാകും. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും വീണ്ടും കളത്തിലെത്തുന്നതിന്റെ ആകാംക്ഷയിലാണ് ആരാധകർ. ഇന്ത്യയുടെ ഇരുവർ 2020 ലോകകപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയും ആരാധകരെ ഏകദിന ക്രിക്കറ്റ് കാണാൻ പ്രേരിപ്പിക്കുന്ന ഗ്യാലറിയിലേക്ക് എത്തിക്കുന്ന രണ്ടുപേർ. ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിലും കണ്ണുകളെല്ലാം രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജോഡിയിൽ തന്നെ. ഓസ്ട്രേലിയൻ പരമ്പരയിൽ ഹിറ്റ്മാൻ ആട്ടമായിരുന്നുവെങ്കിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കോഹ്ലിയുടെ അഴിഞ്ഞാട്ടമായിരുന്നു. യുവാക്കൾ ഏറെ ടീമിലുണ്ടെങ്കിലും സീനിയേഴ്സ് തന്നെയാണ് കിവികൾക്കെതിരെയും നിർണായകമാവുക. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെയും വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെയും മടങ്ങിവരവും കാണാം പരമ്പരയിൽ. 2020 ലോകകപ്പ് ടീമിൽ ഉൾപ്പെടുത്താത്തതിന്റെ ക്ഷീണം തീർക്കാൻ ഗില്ലിന് വമ്പൻ പ്രകടനം അനിവാര്യം. സെഞ്ചുറി നേടിയിട്ടും ഋതുരാജ് ഗെയ്ക്വാദിനെ ഒഴിവാക്കി തന്നെ ഉൾപ്പെടുത്തിയ തീരുമാനം ശരിയെന്ന് തെളിയിക്കണം ശ്രേയസ് അയ്യർക്കും. ഏകദിന ടീമിലെ സ്ഥാനം നിലനിർത്താൻ കിട്ടുന്ന അവസരം മുതലെടുക്കാൻ ഋഷഭ് പന്തും ശ്രമിക്കും. ടീമിലെ സ്ഥാനം ഊട്ടിയുറപ്പിക്കാൻ മുഹമ്മദ് സിറാജും കണ്ടറിഞ്ഞ് പന്തെറിയും. വഡോദരയിലെ നാളത്തെ ആദ്യ ഏകദിനത്തിന് ശേഷം 14-ന് രാജ്കോട്ടും 18-ന് ഇൻഡോറിലുമാണ് പരമ്പരയിലെ മറ്റ് മത്സരങ്ങൾ. സ്പോർട്സ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.